Welcome to my class, children. 10th Standard Maths First Unit Arithmetic Sequences. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സീക്വൻസസ് പിന്നെ അതിൻ്റെ ടേം ആൻഡ് പൊസിഷൻ പഠിച്ചു കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ റൂൾ ഉപയോഗിച്ച് എഴുതുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് നമ്പർ സീക്വൻസസ് എന്ന് പറയാം. അപ്പോൾ നമുക്കതിൻ്റെ തുടർന്ന് വരുന്ന നമ്പേഴ്സ് എഴുതാൻ കഴിയും. ഇതാണ് നമ്പർ സീക്വൻസ് എന്ന് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഓൾജിബ്ര ഓഫ് സീക്വൻസസ് ആണ്. എന്താണ് ഓൾജിബ്ര ഓഫ് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്പർ സീക്വൻസ് എഴുതിയപ്പോൾ അതിനൊരു പേരും കൊടുത്തിരുന്നു. എക്സാമ്പിൾ 1 2 3 4 5 എക്സെട്ര എന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. 2 4 6 8 എക്സെട്ര എന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. 1 3 5 7 എക്സെട്ര ഓഡ് നമ്പേഴ്സാണ്. ഇങ്ങനെ നമുക്ക് സീക്വൻസ് നോക്കിക്കൊണ്ട് അതിൻ്റെ പൊതു സ്വഭാവത്തെ പറയാൻ കഴിയും. അതായത് പേര് കൊടുക്കാൻ കഴിയും. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് ഓൾജിബ്രൈക് ഫോം. അതാണ് ഓൾജിബ്ര ഓഫ് സീക്വൻസസ്. നോക്കാം. 1 2 3 4 എക്സെട്ര എന്ന സീക്വൻസ്, ഇതിലെ ടേംസ് 1 2 3 4 എന്നത് കോമയിട്ട് നിരത്തി അങ്ങനെ എഴുതിയിരിക്കുന്നു. 1 ഡിസ്റ്റൻസിൽ അങ്ങനെ ഈ നമ്പേഴ്സ് പോവുകയാണ്. ആ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് രണ്ടാമത്തെ കോളത്തിൽ 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഡിഫറൻസ് 1. ഇനി നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ n എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. n ഈസ് എനി കൗണ്ടിങ് നമ്പർ ഓർ n ഈസ് എനി നാച്ചുറൽ നമ്പർ. സോ ഓൾജിബ്രൈക് ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n. ഇനി സെക്കൻഡ് വൺ 2 4 6 8 എക്സെട്ര മൾട്ടിപ്പിൾസ് ഓഫ് 2 ഡിസ്റ്റൻസിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. നോക്കൂ, അല്ലെങ്കിൽ 2 ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേംസ് ഇവിടെ 2 ആണ്. നമുക്കിതിനെ കൗണ്ടിങ് നമ്പേഴ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ സീക്വൻസ് ആണ് എന്ന് പറയും. അതായത് n × 2n ആയിരിക്കും ഓൾജിബ്രൈക് ഫോം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n. കൗണ്ടിങ് നമ്പേഴ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3n. കൗണ്ടിങ് നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 4 മൾട്ടിപ്പിൾസ് ഓഫ് 4 കിട്ടുന്നു. സോ 4n. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 5നെ നമ്മൾ 5n എന്ന് ഓൾജിബ്രൈക് ഫോം പറയുന്നു. മൾട്ടിപ്പിൾസ് ഓഫ് 6n എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ എല്ലാം ഓൾജിബ്രൈക് ഫോം ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണും, ഇല്ലേ? അപ്പോൾ ഇനി നോക്കൂ, അടുത്തത് മൂന്നാമത്തെ സീക്വൻസ് 1 3 5 7 എക്സെട്ര. ഇതിൻ്റെ പേര് നമുക്കറിയാം ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ഇനി എങ്ങനെയാണ് ഓൾജിബ്രൈക് ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നത് നോക്കാം. ഈവൺ നമ്പേഴ്സ് 2n ആണ് നമുക്കറിയാം. അപ്പോൾ ഓരോ ടേമും ഈവൺ നമ്പേഴ്സിൽ നിന്ന് 1 കുറവാണ്. അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടേം 2, ഇവിടെ 1. സെക്കൻഡ് ഈവൺ നമ്പർ 4, ഇവിടെ 3. അപ്പോൾ നമുക്കതിനെ 1 ലെസ് ദാൻ മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്ന് പേര് കൊടുക്കുന്നു. അതിൻ്റെ ഷോർട്ട് ഫോം 2n - 1. അടുത്ത സീക്വൻസ് നോക്കൂ. 3 6 9 12 എക്സെട്ര. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അത് മൾട്ടിപ്പിൾസ് ഓഫ് 3. ഓൾജിബ്രൈക് ഫോം 3n ആയിരിക്കും. 3 ആഡ് ചെയ്ത് എഴുതിയ സീക്വൻസ്. അല്ലെങ്കിൽ ഇതിലെ ഓരോ ടേമും 3 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ്, ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നു. നോക്കൂ, അടുത്തത് 4 7 10 13. ഇവിടെ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. പക്ഷേ അത് മൾട്ടിപ്പിൾസ് ഓഫ് 3 അല്ല. അപ്പോൾ നമുക്കിതിന് എന്ത് പേര് കൊടുക്കാം? നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ ഇവിടെ 4 ആണ്. സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3 6 ആണെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് ടേം 7 ആണ്. അപ്പോൾ ഓരോ ടേമിലും 1 കൂടുതലുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 1 മോർ ദാൻ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയാം. അതിൻ്റെ ഷോർട്ട് ഫോം 3n + 1. ദാറ്റ് ഈസ് ദ ഓൾജിബ്രൈക് ഫോം. ഇനി അടുത്ത നോക്കൂ. 5 10 15 20 എക്സെട്ര മൾട്ടിപ്പിൾസ് ഓഫ് 5 ഡിസ്റ്റൻസ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേംസ് 5, അല്ലെങ്കിൽ 5 ആഡ് ചെയ്ത് എഴുതിയ സീക്വൻസ്. അത് 5n ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5n ആണ് ഓൾജിബ്രൈക് ഫോം. അടുത്ത സീക്വൻസ് 4 9 14 19 എക്സെട്ര. ഇവിടെ നോക്കൂ, ടേംസ് നിൽക്കുന്നത് 5 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ്, അല്ലേ? 5 ഡിസ്റ്റൻസിൽ അങ്ങനെ ആയിരിക്കും ആ ടേംസ് പോയിട്ടുണ്ടാവുക. ഓർ 5 ആഡ് ചെയ്ത് അങ്ങനെ എഴുതാവുന്നതാണ്. പക്ഷേ ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 5 അല്ല. അപ്പോൾ ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 5നേക്കാൾ കൂടുതലോ കുറവോ എന്ന് നമ്മൾ നോക്കുന്നു. ഓരോ ടേമിലും 1 കുറവുണ്ട്. ഓരോ മൾട്ടിപ്പിളിൽ നിന്നും 1 കുറവ്. അതായത് കറസ്പോണ്ടിങ് ടേംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 5 ഇവിടെ ഫസ്റ്റ് ടേം 4. സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 5 10. ഇവിടെ സെക്കൻഡ് ടേം 9. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 5ൽ നിന്ന് 1 കുറവ്. ഇതിനെ നമ്മൾ 5n - 1 എന്ന ഫോമിൽ എഴുതാം. അതാണ് ഓൾജിബ്രൈക് ഫോം. അടുത്ത സീക്വൻസ് 7 12 17 22 എക്സെട്ര. ഇവിടെ നോക്കൂ, സീക്വൻസിലെ ടേംസിൻ്റെ ഡിസ്റ്റൻസ് 5 തന്നെയാണ്. 5 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എഴുതിയതാണ്. ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് 5. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, 5 ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തടുത്ത ടേംസ് കിട്ടും. അപ്പോൾ ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല, ഓരോന്നും 2 കൂടുതലാണ്.
അപ്പോൾ അതിന് നമ്മൾ 2 മോർ ദാൻ മൾട്ടിപ്പിൾസ് ഓഫ് 5. സോ ആൾജിബ്രൈക് ഫോം 5n + 2. അടുത്ത സീക്വൻസ് 180, 360, 540 എക്സെട്ര. 180 ആണ് ഇവിടെ കൂട്ടി എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 180 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 180 എന്ന് പറയാം. സോ ആൾജിബ്രൈക് ഫോം 180n. ഓക്കെ. അടുത്ത സീക്വൻസ് -10, -20, -30, -40 എക്സെട്ര. ആ നെഗറ്റീവ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ പറയും മൾട്ടിപ്പിൾസ് ഓഫ് 10 ആണ്, അതായത് 10n ആയിരിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവും കൂടെ വരുമ്പോൾ നമുക്ക് -10n എന്ന് പറഞ്ഞാൽ മതി. അതുമല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിനെ -10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ആണ്. സോ ആൾജിബ്രൈക് ഫോം -10n. ഡിഫറൻസ് നമുക്ക് എത്ര വരിക? കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് -10. ഓക്കെ. ഇനി വേറെ കുറച്ച് സീക്വൻസ് നോക്കാം. 1, 4, 9, 16, 25 എക്സെട്ര. സ്ക്വയർ നമ്പേഴ്സ്, സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്. സോ ആൾജിബ്രൈക് ഫോം n². ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേംസ് നോക്കൂ. 4 - 1 3 ആണ്, 9 - 4 5 ആണ്. ദാറ്റ് മീൻസ് സെയിം നമ്പർ അല്ല ഇവിടെ അടുത്തടുത്ത 2 ടേംസിൻ്റെ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മിഡിൽ നമ്മൾ ഒരു കോളം ഡിഫറൻസ് എഴുതിയിരുന്നു തൊട്ട് മുമ്പത്തിൽ. ഇവിടെ അത് എഴുതിയിട്ടില്ല. അടുത്തത് 2, 4, 8, 16, 32 എക്സെട്ര. പവേഴ്സ് ഓഫ് 2 ആണ്. അപ്പോൾ നമുക്ക് 2n എന്ന് എഴുതാം. ഇവിടെയും നമ്പേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം അല്ല, ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് ഇല്ല. 3, 9, 27, 81 തേർഡ് സീക്വൻസ്. അറിയാവുന്ന സീക്വൻസ് ആണിത്. പവേഴ്സ് ഓഫ് 3. ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. 9 - 3 6 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് വരുന്നില്ല. എഗെയിൻ 4, 16, 64, 256 എക്സെട്ര. പവേഴ്സ് ഓഫ് 4 ആണ്. 4:1 4, 4:2 16, 4:3 64 എക്സെട്ര. സോ nth ടേം 4n. അടുത്ത സീക്വൻസ് 60, 90, 108, 120 എക്സെട്ര. ഈ സീക്വൻസ് നമുക്ക് അറിയുന്നതാണ്. 1 inner angle of regular polygons. First one equilateral triangle, 1 inner angle is 60. Second square, 1 inner angle 90. Third regular pentagon, 1 inner angle 108 etc. അപ്പോൾ അത് കിട്ടാൻ എന്താ ചെയ്യുക? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈസ് സീക്വൻസ് 180, 360, 540 എക്സെട്ര. അതിൻ്റെ ആൾജിബ്രൈക് ഫോം 180n. ഇനി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് റെഗുലർ പോളിഗൺസ്. സീക്വൻസ് 3, 4, 5 എക്സെട്ര. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 sides, square 4 sides, pentagon 5 sides. So the sequence is 3, 4, 5 etc. ഇനി അതിൻ്റെ ആൾജിബ്രൈക് ഫോം എന്തായിരിക്കും? 3, 4, 5 എക്സെട്ര കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 3യിൽ നിന്നാണ്. കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1ൽ നിന്നാണ്. ഫസ്റ്റ് ടേം 1 ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് ടേം 3 ആണ്. 3 മീൻസ് 2 more than 1. സോ ആൾജിബ്രൈക് ഫോം n + 2. സോ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം നമുക്ക് എന്ത് കിട്ടും? 180n ഡിവൈഡഡ് ബൈ n + 2. ഇതുപോലെ തന്നെ അടുത്ത സീക്വൻസ് 120, 90, 72 എക്സെട്ര. ഇത് 1 ഔട്ടർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺ ആണ്. ഫസ്റ്റ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, 1 ഔട്ടർ ആംഗിൾ 120. സ്ക്വയർ 1 ഔട്ടർ ആംഗിൾ 90. പെൻറ്റഗൺ, റെഗുലർ പെൻറ്റഗൺ 1 ഔട്ടർ ആംഗിൾ 72. സോ 1 ഔട്ടർ ആംഗിൾ കിട്ടാൻ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ number of sides. Sum of outer angles of any polygon is 360 degree. So that sequence is 360, 360, 360 etc. Algebraic form is 360 തന്നെ. Then 360 divided by number of sides. Number of sides ന്റെ algebraic form എന്താണ്? n + 2. So we get 360 divided by n + 2. Okay. ആദ്യം പറഞ്ഞ ഈ സെറ്റ് ഓഫ് സീക്വൻസിലെല്ലാം കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസിനെ മൊത്തം ഒരു പേര് പറയുന്നുണ്ട്. അതാണ് അരിത്മെറ്റിക് സീക്വൻസസ്. അതായത് ഒരു സീക്വൻസിലെ ടേംസ് ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതാണ് അരിത്മെറ്റിക് സീക്വൻസ്. ആ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ പറയുന്ന കോമൺ ഡിഫറൻസ്. അപ്പോൾ അതെങ്ങനെ കിട്ടിയ? ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ സീക്വൻസ്. അത് സെയിം ആവുക, കോമൺ ആവുക. അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സീക്വൻസുകളെല്ലാം അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു. എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായി.
എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക എന്ന് കിട്ടി. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം എഴുതുന്നതും ഇപ്പോൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസാണ് അടുത്ത സെക്ഷൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 5. ഇത് പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന സീക്വൻസ് ഏതാ? 5ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 5, 10, 15, 20, 25 എക്സെട്ര. അതിൻ്റെ ആൾജിബ്രൈക് ഫോം 5n ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് കോമൺ ഡിഫറൻസ് 5. കോമൺ ഡിഫറൻസ് 5 വരുന്നതായ വേറെ 4 സീക്വൻസ് നമുക്ക് എഴുതണം. അതായത് ടേംസ് എല്ലാം ഇതല്ലാതെ വേറെ ടേംസ് ആയിട്ട് വരണം. നോക്കാം അതിനെന്ത് ചെയ്യാം നമുക്ക്. 5, 10, 15, 20, 25 എന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 വരുന്നതായ ഇനി വേറൊരു സീക്വൻസ് എഴുതാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 4 എഴുതി ഇനി 5 ആഡ് ചെയ്ത് നോക്കൂ, നമുക്ക് വേറൊരു സീക്വൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് 5 തന്നെ ആയിരിക്കും. 4 + 5 9, 9 + 5 14 എക്സെട്ര. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടേം 4 ആണ്, അവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 5ൽ 5 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആൾജിബ്രൈക് ഫോം നമുക്ക് വളരെ പെട്ടെന്ന് പറയാം, 5n - 1 ആയിരിക്കുന്നു. അടുത്തത് ഇനി വീണ്ടും സ്റ്റാർട്ടിംഗ് നമ്പർ മാറ്റി കൊടുത്തു. ഫസ്റ്റ് ടേം 6 എഴുതി, ഇനി 5 ആഡ് ചെയ്ത് നോക്കൂ. 6 + 5 11, 11 + 5 16 എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് 5, സ്റ്റാർട്ടിംഗ് നമ്പർ 6 ആണ്, 5നേക്കാൾ 1 കൂടുതൽ. അപ്പോൾ എന്ത് കിട്ടുന്നു? മൾട്ടിപ്പിൾസ് ഓഫ് 5ൽ ഫസ്റ്റ് 5 വരുന്നു, ഇവിടെ 6 വരുന്നു. അപ്പോൾ നമുക്ക് ആൾജിബ്രൈക് ഫോം 5n + 1 എന്ന് പറയാം. അടുത്തത് 3ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 5 ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു. 3 + 5 8, 8 + 5 13 എക്സെട്ര. 3ൽ സ്റ്റാർട്ട് ചെയ്യുക പറയുമ്പോൾ 2 കുറവാണ്. സോ ആൾജിബ്രൈക് ഫോം 5n - 2. ഇനി അടുത്തത് 2, 7, 12, 17, 22. 2ൽ സ്റ്റാർട്ട് ചെയ്തു, 5 ആഡ് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്യുക പറയുമ്പോൾ 3യുടെ കുറവുണ്ട്. സോ 5n - 3. കണ്ടല്ലോ സീക്വൻസുകളെല്ലാം. എല്ലാ സീക്വൻസിലെ നോക്കൂ, ടേംസ് മൾട്ടിപ്പിൾസ് ഓഫ് 5ലെ ടേംസ് വന്നിട്ടില്ല, ഒന്നിലും ഒരേപോലുള്ള ടേംസും വരുന്നില്ല. അതിന് കാരണം സ്റ്റാർട്ടിംഗ് നമ്പർ മാറി. എന്നാൽ കോമൺ ഡിഫറൻസ് സെയിം ആണ്, 5 തന്നെയാണ് നമ്മൾ എടുത്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കൂ. എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇനി മോള് തന്നിരിക്കുന്ന സീക്വൻസിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് നമ്പർ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തു, എന്നിട്ട് 5 ആഡ് ചെയ്ത് പോയി, നമുക്ക് ഡിഫറെൻറ്റ് സീക്വൻസസ് കിട്ടി. അപ്പോൾ 5 കോമൺ ഡിഫറൻസ് വരുന്ന ഈ 4 സീക്വൻസ് ഒന്ന് നോക്കൂ. അതിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റുകൾക്ക് പ്രത്യേകത ഉണ്ട്. നോക്കൂ, 4949. രണ്ടാമത്തതിൽ 61 61 61. ഇനി 61 61 വരുന്നത് മാത്രമേ ഈ സീക്വൻസിൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തേർഡ് വൺ 38 38, വൺസ് പ്ലേസ് ഡിജിറ്റ് 38 38 എന്നത് മാത്രമേ ഇനി നമുക്കിതിൽ ഏത് ടേം എടുത്താലും വരുള്ളൂ. അടുത്ത് 27 27 27. കണ്ടല്ലോ? അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണത്. ഓക്കെ, താങ്ക് യു. ഇനി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമതായി വരുന്ന എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസിൽ വരുന്ന സീക്വൻസും അതുപോലെ അതിൻ്റെ ആൾജിബ്രൈക് ഫോമും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിളിൽ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 3 പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ആക്കിയിട്ട് അതൊന്ന് സെൻട്രലിലുള്ള സ്മാൾ ട്രയാങ്കിൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് റെഡ് കളറിൽ 3 ട്രയാങ്കിൾസ് കാണാം. ഇനി രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്ന അതിൽ ഓരോ റെഡ് ട്രയാങ്കിളിനെയും ഇതേപോലെ ചെയ്തിരിക്കുകയാണ്. കട്ട് ഇൻറ്റു 4 ഈക്വൽ ട്രയാങ്കിൾസ്, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു ട്രയാങ്കിൾ എടുത്ത് മാറ്റി. ഇതുപോലെ തുടർന്നും പോകുന്നു. ഇങ്ങനെ ഓരോ റെഡ് ട്രയാങ്കിളിനെയും 4 ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ട് സെൻട്രലുള്ള ട്രയാങ്കിൾ എടുത്ത് മാറ്റുന്ന പിക്ചറാണ് ഇത് ഓരോന്നും. ഇനി അതിലെ ക്വസ്റ്റ്യൻസ്, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഫസ്റ്റ് വണ്ണിൽ 3 റെഡ് ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റും, സോ 3. സെക്കൻഡ് വണ്ണിൽ കൗണ്ട് ചെയ്താൽ അറിയാം, സ്മാൾ ട്രയാങ്കിൾസ് 9 ട്രയാങ്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തത് എണ്ണിയാൽ കാണാം നിങ്ങൾക്ക് 27 ഉണ്ടാവും. പിന്നെ ഈ നമ്പേഴ്സ് നോക്കൂ, 3 × 3 9, 9 × 3 27 എക്സെട്ര. 3യുടെ പവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സീക്വൻസ്. അതിൻ്റെ ആൾജിബ്രൈക് ഫോം എഴുതാനും ക്വസ്റ്റ്യൻ ഉണ്ട്, സോ ഇറ്റ് ഈസ് 3n. അടുത്ത ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഒറിജിനൽ ട്രയാങ്കിൾ ആസ് 1 യൂണിറ്റ്, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മാൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 യൂണിറ്റായി എടുത്താൽ ഇനി അതിലെ ഓരോ സ്മാൾ ട്രയാങ്കിളിൻ്റെയും ഏരിയ എത്രയായിരിക്കുന്നു? ഒരു ട്രയാങ്കിൾ
1/4 ആയി മാറുന്നത്. 4 ട്രയാങ്കിളായി മാറുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/4 ആണ്. സോ 1/4. ഇനി അടുത്ത ഓരോ റെഡിനെയും വീണ്ടും 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ എഗെയിൻ ഓരോന്നും 1/4 ആയി മാറുന്നു. സോ അവിടെ ഹോൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 16 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പിക്ചറിൽ 16 സ്മാൾ ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ഒരേ വലിപ്പമുള്ള 16 സ്മാൾ ട്രയാങ്കിൾസ് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ സോ 1/16. ഇനി തേർഡ് ഫിഗറിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്താൽ നമുക്ക് 64 സ്മാൾ ട്രയാങ്കിൾസ് ഉണ്ടാവും. അതിൽ വലിയ ട്രയാങ്കിൾസിനേക്ക് എഗെയിൻ കട്ട് ഇൻ ടു പീസസ്, ഈക്വൽ ട്രയാങ്കിൾസായി കട്ട് ചെയ്ത് അതിലെ ഏറ്റവും ചെറിയ ട്രയാങ്കിളിൻ്റെ വലുപ്പത്തിലായിരിക്കണം എല്ലാ ട്രയാങ്കിൾസും. അപ്പം നമുക്ക് അവിടെ 64 കിട്ടും. സോ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/64. ഈ സീക്വൻസ് നോക്കൂ, 1/4, 1/16, 1/64 എക്സെട്ര. ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 4ൻ്റെ പവേഴ്സ് ആണ്. 4, 16, 64 എക്സെട്ര, അതായത് 4:n. സോ സീക്വൻസ് algebraic form 1/4:n. ഇനി അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ? ഇവിടെ ഒരു ട്രയാങ്കിൾ എടുത്ത് മാറ്റിയിരിക്കുന്നു. ആകെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് മാറ്റിയാൽ 3 ആണ് ബാക്കി. സോ 3/4. ഫസ്റ്റ് വൺ ഏരിയ. സെക്കൻഡ് വൺ 16 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ നിന്ന് വൈറ്റ് കളറിൽ കാണുന്ന ഭാഗം എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ റെഡിൽ ഇനി ബാക്കി എത്രയാണ്? 9 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. സോ ഏരിയ 9/16. തേർഡ് വണ്ണിൽ ടോട്ടൽ സ്മാൾ 16 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ റെഡ് ട്രയാങ്കിൾസ് ഉള്ളത് 27 ആണ്, ബാക്കി ഹോളോ ആണ്. അപ്പോൾ ഏരിയ 27/64. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസ് 3/4, 9/16, 27/64 എക്സെട്ര. ന്യൂമറേറ്റേഴ്സ് 3യുടെ പവറാണ്, ഡിനോമിനേറ്റേഴ്സ് 4ൻ്റെ പവേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്കത് 3(n/4)n എന്ന് എഴുതാം. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 3/4(n). ഓക്കെ, താങ്ക് യു.